ഇപ്പോൾ എന്തെല്ലാം മുൻനിർത്തിയിട്ട് പരാതി കൊടുക്കാൻ വേണ്ടി വരുന്നത്? ഒന്നെന്താ വെച്ചാൽ ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കപ്പെടുക ഈ വാർത്തകളിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രമോദ് കോട്ടൂളി 22 ലക്ഷം PSC അംഗത്തിന് കോഴ കൊടുത്തു എന്നുള്ള വാർത്തയാണ്. ആ വാർത്തയാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കോഴയാരോപണത്തിനകത്ത് ഉന്നയിക്കപ്പെടുന്ന ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ കാര്യം നിഷേധിച്ചിട്ടുണ്ട് ഇന്നലെ. അപ്പം നമ്മളൊരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പോലീസിന് അന്വേഷിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റുകൾ അതിനകത്ത് കൃത്യമായി നിരത്തേണ്ടതുണ്ട്. അങ്ങനെ കണ്ടൻറ്റുകൾ നിരത്താൻ ആവശ്യമായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസിന് അന്വേഷിക്കാൻ ആവശ്യമായിട്ടുള്ള തെളിവുകൾ നമ്മൾ കൊടുക്കണം. ഒരു ചാനലുകളുടെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നിയമ നടപടി സ്വീകരിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതിൻ്റെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. പ്രമോദ് എന്ന് പറഞ്ഞ ആൾ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി കൃത്യമായിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വിശ്വാസയോഗ്യമാക്കിയിട്ട് പാർട്ടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്, അത് അന്വേഷിക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായിട്ട് നിയമപരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള നിയമ പരിരക്ഷ ഉണ്ടാവണം. അതിനാവശ്യമായിട്ടുള്ള സമയമാണ് എടുക്കുന്നത്. അതിപ്പം ഇന്നത്തോട് കൂടിയിട്ട് ഇന്നലെ മുതൽ തുടങ്ങിയതാണ്. പക്ഷേ ഞാൻ എൻ്റെ ഇപ്പോൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള തിരക്കുകളുടെ ഭാഗമായിട്ടാണ് നിന്നിട്ട്. അപ്പോൾ അടുത്ത ദിവസം തന്നെ ഇവിടെ പോലീസിന് മാത്രമല്ല, ഏതെല്ലാം അന്വേഷണ ഏജൻസികളുണ്ടോ ആ അന്വേഷണ ഏജൻസികളുടെ ഒക്കെ മുന്നിൽ പ്രമോദ് ഈ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടില്ല എന്ന് തെളിയിക്കാൻ ആവശ്യമായിട്ട് എല്ലാ സംവിധാനം ഞാൻ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? പാർട്ടി എന്ന നിലയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രചരിപ്പിക്കുമ്പോൾ അത് തെറ്റാണെന്ന് എനിക്ക് കാണിക്കണം. അത് പാർട്ടിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യാനല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണ മനുഷ്യനാണിപ്പോൾ. ആ സാധാരണ മനുഷ്യൻ്റെ സത്യസന്ധത പുറത്തറിയണം. ഈ പാർട്ടിക്കുള്ളിൽ തന്നെയാണ് ഇങ്ങനെയുള്ള ഗൂഢാലോചന നടക്കുന്നതെന്നാണ് പറയുന്നത്. ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് നടന്നിട്ടുണ്ടല്ലോ. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് രചിച്ചിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റ് രചിച്ചത് ആരാണ്? അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് രചിച്ച് ഈ കളവുകൾക്ക് കൂടെ ഇങ്ങനെ ഓരോ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ പരത്തി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയ ആൾക്കാരെ പുറത്തു കൊണ്ടുവരണം. പക്ഷേ പാർട്ടി വരുന്നത് PSC പ്രശ്നമല്ല, മറ്റ് പാർട്ടി കളങ്കുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ഉണ്ടായെന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു കാര്യം, അതിനകത്തൊരു യാഥാർത്ഥ്യം ഉണ്ടാവില്ലേ? ഒരു മനുഷ്യൻ്റെ വിഷമത്തിന് മുന്നിൽ അയാളെ സമാധാനിപ്പിക്കാൻ ആവശ്യമായ ചില കാര്യങ്ങളുണ്ടാവും. ആ സമാധാനിപ്പിക്കാനായ കാര്യങ്ങളിലാണോ കളങ്കം? അതിനകത്ത് പറയണം. ആ കളങ്കത്തിൻ്റെ കാര്യം പുറത്ത് വന്നാൽ തന്നെ യാഥാർത്ഥ്യം കൊണ്ടുവരാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. നമ്മളത് എന്തിനത് ചെയ്തു, ആ എന്തിനത് ചെയ്തു എന്ന് പറയുന്നതിന് എന്തുണ്ട്? കൃത്യമായ മനുഷ്യൻ്റെ പ്രയാസങ്ങളുണ്ട്. മനുഷ്യൻ്റെ കുടുംബത്തിനെയും അവരുടെ കാര്യങ്ങളെയും സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു